ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഷേർസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രഡീഷണൽ അഗ്രികൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഈ തിരയിലെ തീം എന്ന് പറയുന്നത്, അതായത് ഇദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ അല്ല, അത് ഈ ഫാമിംഗ് മെത്തേഡുകൾ ഹ്യൂമൻ ക്യാപിറ്റലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടും അല്ലെങ്കിൽ പുതിയ ടെക്നോളജി കൊടുത്തുകൊണ്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താം, ഒരു മാറ്റം കൊണ്ടുവരാം എന്നാണ് ഇദ്ദേഹം ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഷേർസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രഡീഷണൽ അഗ്രികൾച്ചർ. നമുക്ക് ആദ്യം തിയറി എന്താണെന്ന് നോക്കാം. ഇത് ഡെവലപ്പ് ചെയ്തത് തിയോഡോർ ഡബ്ല്യു ഷേർസ് എന്ന എക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹം ആർഗ്യൂ ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ അഗ്രികൾച്ചറിലെ, അതായത് പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്ന ആ അഗ്രികൾച്ചറിൻ്റെ രീതി എന്ന് പറയുന്നത് അത് ഇൻഹെറിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഇൻഎഫിഷ്യൻ്റ് അല്ല എന്നാണ് പറയുന്നത്, എഫിഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ വേറൊരു പ്രശ്നമുള്ളത്, ഫാമേഴ്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസിൽ, ഇന്ത്യ പാകിസ്ഥാൻ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെ ഫാമേഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ യൂസ് ദെയർ അവൈലബിൾ റിസോഴ്സ് എഫിഷ്യൻ്റായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്, ഇൻഎഫിഷ്യൻ്റ് അല്ല. പക്ഷേ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും. ഓക്കെ, എന്താണ് മോഡേൺ ടെക്നോളജിയുടെ ആക്സസ് ഇല്ലാത്തത് കൊണ്ട്, എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ ഇതൊക്കെ ഇപ്പോൾ ഇത്ര രൂക്ഷമല്ല. ഇന്ത്യ ആദ്യം ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറഞ്ഞു, ഇന്ത്യയിൽ ഇതൊക്കെ കുറച്ച് മെച്ചമാണ്. എന്നാൽ കൂടുതൽ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരുന്ന കൺട്രീസിൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ട്, മോഡേൺ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടൊക്കെ അവർ പ്രൊഡക്ടിവിറ്റി കുറയും എന്നാണ് പറയുന്നത്. എന്നാൽ ഇൻഎഫിഷ്യൻ്റ് അല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതാണ് ഈ തിയറിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ തിയറിയുടെ മെയിൻ ഐഡിയ നോക്കാം. ഷൾട്സ് ഇദ്ദേഹം വിശ്വസിക്കുന്ന ഇതാണ്, ഇത് ട്രഡീഷണൽ അഗ്രികൾച്ചർ ട്രാൻസ്ഫോം ചെയ്യുന്നതിന്, കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് അതിൻ്റെ കീ ഐഡിയ, അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് മോഡേൺ ഇൻപുട്സ് ആണ്. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് കൂടുതൽ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ മോഡേൺ ഇൻപുട്ടുകൾ കൊടുക്കുക, നല്ല നല്ല സീഡ്സുകൾ കൊടുക്കുക. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ അഗ്രികൾച്ചർ ഉണ്ടാവുക, ട്രഡീഷണൽ അഗ്രികൾച്ചർ ഉണ്ടാവുക എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഏതിനേക്കാൾ ഉപരി, റാദർ ദാൻ സിംപ്ലി റീഡിസ്ട്രിബ്യൂട്ടിംഗ് ലാൻഡ് ഓർ ബ്ലെയിമിങ് ഫാമേഴ്സ് ഫോർ ബീങ് ഇൻഎഫിഷ്യൻ്റ്. അതായത് ഫാമേഴ്സ് ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് അവരെ കുറ്റപ്പെടുന്നതിന് പകരം, അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ കുറേ ലാൻഡ് കൊടുത്ത് കൾട്ടിവേറ്റ് ചെയ്തോളൂ എന്ന് പറയുന്നതിന് പകരം ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവും, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, ട്രഡീഷണൽ അഗ്രികൾച്ചറിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും എന്നാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇനി നമുക്ക് തിയറിയുടെ അസംഷൻസ് നോക്കാം. അത് ഒന്നാമത്തെ അസംഷൻ ആണ് കേട്ടോ. ട്രഡീഷണൽ ഫാമേഴ്സ് ആർ റാഷണലായിട്ട് യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ട്രഡീഷണൽ ഫാമേഴ്സ്. ആൻഡ് മേക്ക് എഫിഷ്യൻറ്റ് ഡിസിഷൻ ബേസ്ഡ് ഓൺ ദ റിസോഴ്സസ് അവൈലബിൾ ടു ദം. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൻ്റെ മേലിൽ അവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കും എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. അടുത്തത് എക്സിസ്റ്റിംഗ് ഫാമിംഗ് മെത്തേഡ്സ്, അതായത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഫാമിംഗ് മെത്തേഡ്സ് ലിറ്റിൽ സ്കോപ്പ് ഫോർ ഇൻക്രീസിങ് ഔട്ട്പുട്ട് വിത്തൗട്ട് ടെക്നോളജിക്കൽ ചേഞ്ച് ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഫാമിംഗ് മെത്തേഡിൽ നിന്നും ഒരു ഇൻക്രീസ് ആവാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ ഒരു അസംഷൻ ഉണ്ട്. അടുത്തത് പ്രൊഡക്ടിവിറ്റി ക്യാൻ ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി. അത് പ്രൊഡക്ടിവിറ്റി കൂടും. ഫാർമേഴ്സിന് ഏത് കൊടുക്കുകയാണെന്നെങ്കിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജി സ്കില്ലും കൊടുക്കുകയാണെന്നെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടും. ഇങ്ങനെ പ്രധാനപ്പെട്ട അസംഷൻസ് ഉണ്ട്. ഇതിൻ്റെ ബേസിലാണ് ഈ തിയറി റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ്റെ കമ്പോണൻസ് നോക്കാം. അതായത് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് ഒന്നാമത്തെ കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ വേണം. ഓക്കെ, അത് എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, ട്രെയിനിങ്, ഫാമേഴ്സിന് എഡ്യൂക്കേഷൻ ട്രെയിനിങ്, അവരുടെ എബിലിറ്റി ടു അഡോപ്റ്റ് ദെയർ ന്യൂ ടെക്നോളജി, അതായത് പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള എബിലിറ്റി കൂടും. ഇതൊക്കെ കിട്ടാൻ നേരത്ത്. അടുത്തത് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ സർവീസസ് ഹെൽപ്പ് ഫാമേഴ്സ് ലേൺ മോഡേൺ ഫാമിംഗ് ടെക്നിക്സ്. അത് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ സർവീസുകൾ കൊടുക്കണം. അതായത് ഇപ്പോൾ ഇതാണ് പറയുന്നുണ്ടെങ്കിൽ മോഡേൺ ഫാമിംഗ് ടെക്നിക്സ്, ഇപ്പം ഇൻ്റർനെറ്റ് ആക്സസ് കൊടുത്തിട്ട് ഏതൊക്കെ കാലാവസ്ഥയ്ക്കനുസരിച്ച് എങ്ങനെ ഏതൊക്കെ കൃഷി രീതി അവലംബിക്കാം, അങ്ങനെയുള്ള ട്രെയിനിങ്ങളൊക്കെ കൊടുക്കണം. അടുത്തത് അഡോപ്ഷൻ ഓഫ് മോഡേൺ ഇൻപുട്ട് കൊടുക്കണം. എന്നാലേ ഇത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ. HYV സീഡ്സ്, ഹൈ ഈൽഡിംഗ്, ഇപ്പം ഗ്രീൻ റെവല്യൂഷനിൽ ഹരിത വിപ്ലവത്തിൽ ഉപയോഗിച്ചൊരു സീഡാണ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്. ഇത് കൊടുക്കുക. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക. പെസ്റ്റിസൈഡ്സ് ആൻഡ് ഹെർബിസൈഡ്സ്, കീടനാശിനി, കളനാശിനി, ഇതൊക്കെ കൊടുക്കണം. മോഡേൺ മെഷീനറി ആൻഡ് ഇറിഗേഷൻ സിസ്റ്റം, ജലസേചന സൗകര്യങ്ങളും മോഡേൺ മെഷീനറി കൊടുത്തു കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചർ സെക്ടറിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കമ്പോണൻ്റ് ആണ്. അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ റിസർച്ച് കൊണ്ടുവരണം. റിസർച്ച് എന്തിലാണ്? ഇപ്പം ഡെവലപ്മെൻറ്റ് ഓഫ് പുതിയ വിളകൾ, പുതിയ വെറൈറ്റീസ് ഓഫ് ക്രോപ്പുകൾ കൊണ്ടുവരുന്നതിൽ എന്താണ് ലോക്കൽ കണ്ടീഷൻ, അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥക്കനുസരിച്ച് ഏതൊക്കെ വിളകൾ കൊണ്ടുവരാം എന്നുള്ള പുതിയ റിസർച്ചുകൾ വരണം. കണ്ടിന്യൂസ് ഇന്നോവേഷൻ വേണം. അതായത് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള പുതിയ കണ്ടെത്തലുകൾ വേണം. അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടാണ്. അതായത് നമ്മളെ ഗവൺമെൻറ് എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും? ഈസി ആക്സസ് ടു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, വായ്പാ സൗകര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, അത് പലിശ കുറച്ചായാലും പെട്ടെന്ന് അത് എത്തിച്ചു കൊടുക്കുക ഫാർമറിലേക്ക്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അവർക്ക് പുതിയ വിത്തൊക്കെ മേടിക്കാൻ പറ്റും. അടുത്ത ബെറ്റർ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, അതായത് വിള
ക്രോപ്പ് എല്ലാം ഈൽഡ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്, എങ്ങനെ വിൽക്കണം എന്നറിയത്തില്ല. അപ്പോൾ അതനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് കൊടുക്കണം. അടുത്ത ക്രോപ്പ് ഇൻഷുറൻസ് ആൻഡ് ഗവൺമെന്റ് സപ്പോർട്ട് പോളിസീസ് കൊണ്ടുവേണം. ക്രോപ്പ് ഇൻഷുറൻസ് ഇപ്പോൾ ഏതെങ്കിലും വിളകൾ നശിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഫാമേഴ്സിന് ഇൻഷുറൻസ് കിട്ടുന്ന രീതിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ട് പോളിസീസ്, ഇപ്പോൾ വിൽക്കാതെ ഏതെങ്കിലും വിളകൾ അവശേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമേഴ്സിന് എന്താണ് ഒരു കഷ്ടത്തിലാവും. അപ്പോൾ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഗവൺമെന്റ് താങ്ങുവില, അത് ഗവൺമെന്റ് തന്നെ അത് മേടിച്ചോളാം എന്നുള്ള സിസ്റ്റം കൊണ്ടുവരണം. അടുത്തത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് റോഡ്സ് ആൻഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, പുതിയ റോഡ് വികസനം. അത് റോഡ് വികസനം എന്തിനാണ്? ഈ പച്ചക്കറികൾ ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് സുഗമമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റോറേജ് ഫെസിലിറ്റീസ്, കൂടുതൽ കാലം കേടാവാതെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള സർക്കാർ സഹായം എത്തിച്ചാലും ഇത് ഒരു പരിധിവരെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അടുത്തെന്ന് പറയുന്നത് പ്രൈസ് ഇൻസെൻറ്റീവ്സ് ആണ്. അതായത് പ്രൈസ് ഇൻസെൻറ്റീവ് എന്തൊക്കെയാണ് വരുന്നത്? ഫാമേഴ്സ് എന്ത് റിസീവ് ചെയ്തിരിക്കണം? റെമ്യൂണറേറ്റീവ് പ്രൈസസ് ഫോർ ദിയർ പ്രൊഡ്യൂസ്. അതായത് അവർക്ക് വിള കഷ്ടപ്പെട്ട് അവർക്ക് ഒരുപാട് ചിലവുണ്ടല്ലോ, ആ ചിലവ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു വിറ്റ് കിട്ടിയാലേ ആ ഒരു ലാഭം കിട്ടത്തുള്ളൂ, അത് കിട്ടിയിരിക്കണം എന്നുള്ളത്. അടുത്തത് സ്റ്റേബിൾ പ്രൈസസ് എൻകറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മോഡേൺ ഫാമിംഗ്. അത് സ്റ്റേബിൾ ആയിട്ടുള്ള വില, അവർ കൃഷി ചെയ്യുന്ന വിളകളുടെ ആ ഒരു വില സ്റ്റേബിളായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാവും, എത്ര ഉണ്ടാക്കണം, ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രൈസ് ഇൻസെൻറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷന് പോസിബിൾ ആവും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു പ്രോസസ്സ് നോക്കാം. ഞാൻ നേരം കമ്പോണൻസ് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ട്രഡീഷണൽ അഗ്രികൾച്ചർ ആണ് ആദ്യമുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് കൊടുക്കുന്നു? ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആരമാർക്ക് ശ്രദ്ധിക്കണേ, അത് എന്തിലേക്ക് നയിക്കും? അവൈലബിലിറ്റി ഓഫ് മോഡേൺ ഇൻപുട്സ് ആൻഡ് ടെക്നോളജി, ഇതിലേക്ക് നയിക്കും. പുതിയ ഇൻപുട്ടുകൾ, ടെക്നോളജിയെ കിട്ടും. ഇത് ഹയർ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫാമേഴ്സിന് ഹയർ ഇൻകം കിട്ടും. ഈ ഇൻകം കൊണ്ട് അവർക്ക് സേവ് ചെയ്യാം, ഇൻക്രീസ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ ഈ കൂടുതൽ സേവ് ചെയ്ത് വെച്ച മണി അവർക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ പ്രൊഡക്ഷൻ വരികയും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. അതിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ തീർച്ചയായിട്ടും ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് റൈസസ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയാണ്. അതായത് അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഫാമേഴ്സിൻ്റെ ഇൻകം വർദ്ധിക്കുന്നുണ്ട്. പിന്നെ റൂറൽ പോവർട്ടി റിഡ്യൂസ് ചെയ്യും. അത് കുറച്ച് ദാരിദ്ര്യം, ഫാമേഴ്സിന് ദാരിദ്ര്യം ഇല്ലാതാവും. പിന്നെ ജനറേറ്റ് സർപ്ലസ് ലേബർ, അതായത് സർപ്ലസ് ലേബറിനെ ജനറേറ്റ് ചെയ്യും. കൂടുതൽ ടെക്നോളജി വരുമ്പോഴത്തേക്കും ആൾക്കാരുടെ എണ്ണം കുറച്ച് മതി, അപ്പോഴത്തേക്ക് അത് ലേബേഴ്സിന് സർപ്ലസ് ഉണ്ടാവും. ആൻഡ് ക്യാപിറ്റൽ ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ക്യാപിറ്റലും ഉണ്ടാവും അവിടെ. ഓക്കെ. അടുത്തത് ഇംപ്രൂവ്സ് ഫുഡ് സെക്യൂരിറ്റി, അതായത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരും. ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ക്രിറ്റിസിസംസ് നോക്കാം. അതായത് ഇത് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് വിമർശനങ്ങളും ഉണ്ട് ഇതിന്. അതായത് ഒന്നാമത്തെ വിമർശനം എന്ന് വെച്ചാൽ ഇറ്റ് റിക്വയർസ് സബ്സ്റ്റാൻഷ്യൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷന്, റിസർച്ച്, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നല്ലൊരു പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വേണം. അതിന് കുറേ പൈസ ചിലവല്ലേ. ഓക്കെ. അടുത്തത് സ്മാൾ ഫാമേഴ്സ് മേ സ്ട്രഗിൾ ടു അഫോർഡ് മോഡേൺ ഇൻപുട്സ് വിത്തൗട്ട് ഫൈനാൻഷ്യൽ സപ്പോർട്ട്. അതായത് അവർക്ക് നല്ല രീതിയിലുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഫാമേഴ്സ് അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യും. അടുത്തത് തീർച്ചയായിട്ടും ഈ HYVCയുടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ആവശ്യമായിട്ട് വരും, പെസ്റ്റിസൈഡ് വേണം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് ഉണ്ടാക്കും. ഓക്കെ. അടുത്തത് ദ ബെനിഫിറ്റ്സ് മേ ഇനിഷ്യലി ബി കോൺസെൻട്രേറ്റഡ് എമംഗ് വെൽത്തിയർ ഫാമേഴ്സ്. അത് ഒരു പ്രശ്നം വെച്ചാൽ ഇവർക്ക് പൂർ ഫാമേഴ്സിന് വായ്പാ സൗകര്യങ്ങളൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്ക് കുറച്ച് താമസിക്കും. അപ്പോൾ ആദ്യം അവിടെ കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് വെൽത്തിയർ ആയിട്ടുള്ള, അതായത് കാശുള്ള ഫാമേഴ്സാണ് അവിടെ ആദ്യം ബെനിഫിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഇതിൻ്റെ വിമർശനങ്ങളാണ്. ഇനി നമുക്ക് ഇത് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ ഈ തിയറിയുടെ പ്രാധാന്യം നമുക്ക് നോക്കാം. അതായത് ഷാൾസ് തിയറി ഷിഫ്റ്റഡ് ദ ഫോക്കസ് ഫ്രം വ്യൂയിങ് ട്രഡീഷണൽ ഫാമേഴ്സ് ആസ് ഇൻഎഫിഷ്യൻറ്റ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതല്ലേ, ട്രഡീഷണൽ ഫാമേഴ്സിനെ ഇൻഎഫിഷ്യൻറ്റ് കാണുന്ന ആ ഒരു ഫോക്കസിൽ നിന്നും ഇദ്ദേഹം ഷിഫ്റ്റ് ചെയ്തിട്ട് ടു റെക്കഗ്നൈസിങ് ദാറ്റ് ദേ റെസ്പോണ്ട് റാഷണലി ടു ഇൻസെൻറ്റീവ്സ്. അതായത് അത് മാറ്റിക്കൊണ്ട് ഇദ്ദേഹം ചെയ്തത് എന്താണ്? അവർ റാഷണലായിട്ട് റെസ്പോണ്ട് ചെയ്യും, അവർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവിനോട് അവർ റാഷണലായിട്ട് റെസ്പോണ്ട് ചെയ്യും എന്നൊരു വ്യൂ ആണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. ഹി എംഫസൈസ്ഡ് ദാറ്റ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൾക്കാരിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എഡ്യൂക്കേഷന്, വായ്പാ സൗകര്യങ്ങളെ കൊടുക്കുക, റിസർച്ച് ചെയ്യിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല മോഡേൺ അഗ്രികൾച്ചർ ടെക്നോളജി ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു ട്രാൻസ്ഫോം അഗ്രികൾച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള വേ, ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നോളജി ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള, ആൻഡ് പ്രൊമോട്ട് എക്കണോമിക് ഡെവലപ്മെന്റ്. ഇപ്പം അതിലൂടെ നമുക്ക് എന്തുണ്ടാകും? എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകും. അതാണ് ഈ ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ ഈ ഇദ്ദേഹത്തിന്റെ ഈ തിയറിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.